ഹലോ, എൻ്റെ കസിൻസൊക്കെ ദുബായിൽ വന്നപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ദുബായ് മാളിൽ പോയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ട് എന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വന്നിട്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഈ കാണുന്നത് ദുബായ് ഗ്ലോബൽ വില്ലേജ് ആണ്. ഈ പ്ലേസ് കണ്ടപ്പോൾ തന്നെ ദുബായിലുള്ളവരാണെങ്കിലും ഇനി ദുബായിൽ വന്നിട്ടുള്ളവരാണ് ഇനി അല്ലാത്തവരാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ദുബായിലെ തന്നെ മേജർ അട്രാക്ഷൻസിൽ ഒന്നാണ് ഇത്. ഒറ്റ ദിവസം കൊണ്ട് ഈ ലോകം മൊത്തം ചുറ്റിക്കാണണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ടൊന്നും ഈ ഗ്ലോബൽ വില്ലേജ് മുഴുവനായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. 90-ലധികം രാജ്യങ്ങൾ, അവരുടെ വ്യത്യസ്തപരമായിട്ടുള്ള സംസ്കാരങ്ങൾ, പാരമ്പര്യങ്ങൾ, ഭക്ഷണങ്ങൾ എന്ന് വേണ്ട കരകൗശല വസ്തുക്കളടക്കം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങളിലുള്ള ആളുകളെയും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളിവിടെ എത്തിയതിന് ശേഷം ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റിന് വന്നിട്ട് 25 ദർഹംസോ അതോ 30 ദർഹംസോ എനിക്ക് വലിയ ഓർമ്മയില്ല, അങ്ങനെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ ഈ ഗ്ലോബൽ വില്ലേജിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിം പള്ളിയുടെ അല്ലെങ്കിൽ വലിയൊരു ഗോപുരത്തിൻ്റെ ഒക്കെ ഒരു മോഡലിലാണ് കേട്ടോ അതിൻ്റെ ഒരു ഇരിക്കുന്നത്. പിന്നെ അതിൽ തന്നെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ട്. ലൈറ്റുകളായിട്ട് റെഡ്, ഗ്രീൻ, യെല്ലോ, അങ്ങനെ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള കളേഴ്സൊക്കെ അതും ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരും കയറിയിട്ടുണ്ട്. ഇത് വന്നിട്ട് UAE പവലിയനാണ്. നമുക്ക് അവിടുന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് ഐറ്റംസ് ഒക്കെ അവർ തരും കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് കുനാഫി ആയിരുന്നു. ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക്ബെറിയുടെ ജ്യൂസ് ആയിരുന്നു. അത് നല്ല രസമുണ്ട് കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ നമ്മൾ കയറിയത് സിറിയയിലാണ്. അവിടുന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ഫുഡ് ഐറ്റം തന്നു. നമുക്ക് ഒട്ടും പറ്റാത്തൊരു ടേസ്റ്റ് ആയിരുന്നു. ഈ പുക അളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും ഫുഡ് ഐറ്റം, അതുപോലത്തെ എന്തോ ഒരു അവരുടെ എന്തെങ്കിലും ആയിരിക്കണം. പിന്നെ ഇതാ അവിടെ ഒരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. കുറച്ചു നേരം നമ്മൾ അവിടെ ഇരുന്നിട്ട് കാണുകയൊക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നടത്തം തുടങ്ങി. പിന്നെ നമ്മൾ പോയിട്ടുള്ളത് കൊറിയക്കാണ്. അപ്പോൾ ചിലവരൊക്കെ ഭയങ്കര അഡിക്റ്റഡ് ആണ് ഈ കൊറിയൻ സീരീസ് ഒക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു ഭ്രാന്തി ഞങ്ങളുടെ ഉണ്ട്. അപ്പൊ അവള് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെയാണ് ഫുഡ് ഐറ്റംസ് അവരുടെ. അപ്പൊ ഈ കൊറിയൻ സീരീസ് ഒക്കെ കാണുന്നവർക്ക് ഇദ്ദേഹം ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് വലിയ വശമൊന്നും ഇല്ല കേട്ടോ, കാരണം ഞാൻ കൊറിയൻ സീരീസ് ഒന്നും കാണാറില്ല. പിന്നെ അവിടെ ഇങ്ങനെ നടന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ് ഇത്. നെയിൽ ആർട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ചെയ്ത് കൊടുക്കുന്നത് കാണാൻ വേണ്ടി. ഞാനും നിമിയും കുറച്ചു നേരം അവിടെ ഇങ്ങനെ അതൊക്കെ നോക്കി നിന്നു. അങ്ങനെ ഇതാ അവിടെ കണ്ടിട്ട് നമ്മൾ പുറത്തിറങ്ങി. അങ്ങനെ ഇതാ അവിടെ നിന്നിട്ട് ഞാൻ 4 ഭാഗവും നോക്കിയപ്പോൾ കണ്ടിട്ടുള്ള ഒരു കാഴ്ച, ഒരുപാട് രാജ്യങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. തായ്ലാൻഡ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, സിറിയ, കൊറിയ, ഈജിപ്ത്, ഇന്ത്യ, റഷ്യ, അമേരിക്ക, അങ്ങനെ ഒരുപാട് രാജ്യം. ഈ പറഞ്ഞിട്ടുള്ള രാജ്യങ്ങൾ മാത്രമല്ല ഇവിടെ ഉള്ളത്. പക്ഷെ നമുക്കിങ്ങനെ പെട്ടെന്ന് വായിൽ വന്നപ്പോൾ അവിടെ ഇങ്ങനെ കണ്ട രാജ്യങ്ങളുടെ പേര് പറഞ്ഞു. അതും പോരാഞ്ഞിട്ട് കാർണിവൽ ഏരിയ, അവിടെ ഒരുപാട് റൈഡുകൾ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ലോകം മൊത്തം ചുറ്റിക്കാണാൻ ഒരു ദിവസം കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന പോലെ ഗ്ലോബൽ വില്ലേജും ഒറ്റ ദിവസം കൊണ്ട് ചുറ്റിക്കാണാൻ പറ്റില്ല. അത് ഞാനൊരു ഇൻട്രൊഡക്ഷന്റെ ബേസ് ആയിട്ട് പറഞ്ഞതാണെങ്കിൽ പോലും ഒരുപാട് നടക്കാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. മാത്രമല്ല ഓരോ പവലിയന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുമ്പോഴും ആ ഒരു രാജ്യത്തിൻ്റെതായിട്ടുള്ള സവിശേഷതകൾ അവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് കണ്ടും മനസ്സിലാക്കിയും കേട്ടും ഒക്കെ നമ്മൾ വരുമ്പോഴത്തേനും കുറച്ച് സമയം എടുക്കില്ലേ? അപ്പൊ എങ്ങനെയാ ഗ്ലോബൽ വില്ലേജ് മൊത്തത്തിൽ നമുക്ക് ചുറ്റിക്കാണാൻ പറ്റുക? അങ്ങനെ ഇതാ അവിടെയൊക്കെ കണ്ടതിന് ശേഷം ഇനി നമ്മൾ പോണത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ ഫുഡൊക്കെ ട്രൈ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് സാധാരണയായിട്ട് കണ്ടുവരുന്നത് ബാങ്കോക്ക്, തായ്ലാൻഡ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്. ബോട്ടുകളിൽ നിന്ന് സാധനങ്ങൾ വിൽക്കുന്ന ഒരു മാർക്കറ്റിനെയാണ് കേട്ടോ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഒരു 15ഓളം ബോട്ടുകളിലാണ് കേട്ടോ ഈ മാർക്കറ്റ് ഉള്ളത്. ഈ ബോട്ട് നിൽക്കുന്നത് വെള്ളത്തിലാണ്. കുട്ടികൾക്ക് തന്നെയാണ് കേട്ടോ ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പൊ തായ്ലാൻഡിലെ ഫുഡൊക്കെ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ്. അതുകൂടാതെ സീ ഫുഡ്സും അതുപോലെ തന്നെ ഗ്രില്ല് ചെയ്തതും വറുത്തതും ചുട്ടതുമായിട്ടുള്ള വിഭവങ്ങളും നമുക്ക് ഇവിടെ കിട്ടുന്നുള്ളതാണ്. ഈ ബോട്ടുകൾ നിൽക്കുന്നത് വെള്ളത്തിലാണെന്ന് പറഞ്ഞല്ലോ. ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂള് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് നടുക്കിലായിട്ട് ഇതാ ഡ്രാഗൺ ഉണ്ട്. അത് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടോ കാണാൻ വേണ്ടി. നമ്മൾ ഇവിടുന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ മാംഗോ സ്റ്റിക്കി റൈസ് ആണ്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടി. മാംഗോ കട്ട് ചെയ്തിട്ട് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. വേവിച്ചിട്ടുള്ള റൈസ് ഉണ്ട്.
പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ചെറുപയറിൻ്റെ പരിപ്പ് ഫ്രൈ ചെയ്തത് ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കോക്കനട്ട് ക്രീമാണ് അവർ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആദ്യം ഞാൻ മാംഗോ ആഡ് ചെയ്യാണ്ടാണ് കഴിച്ചത്. അപ്പോൾ എനിക്ക് വന്നിട്ട് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ചോറ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റാണ്. പിന്നെ ഞാൻ മാംഗോ ആഡ് ചെയ്ത് കഴിച്ചപ്പോൾ എനിക്കൊരു സ്വീറ്റ്സ് ആയിട്ടാണ് കേട്ടോ തോന്നിയത്. ആ മാംഗോ പറയുന്നത് നല്ല മധുരം ഉണ്ടായിരുന്നു. എങ്ങനെ കഴിച്ചാലും ഇത് അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ സെക്കൻഡ് ട്രൈ ചെയ്തത് നീരാളി ആയിരുന്നേ. അതിന് ഓർഡർ ചെയ്തിട്ട് കുറച്ച് നേരം നമ്മൾ അവിടെ ഇരിക്കേണ്ടതായിട്ട് വന്നു. നമ്മൾ ഓർഡർ ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് നമുക്ക് ലൈവ് ഫ്രൈ ചെയ്യണതും ഗ്രില്ല് ചെയ്യണതൊക്കെ നമുക്ക് കാണാനും അതുപോലെ തന്നെ ആ ചൂടോട് കൂടി കഴിക്കാനും പറ്റും കേട്ടോ. അങ്ങനെ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതാ നമ്മുടെ നീരാളി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. കൂന്തളൊക്കെ നമ്മൾ ചുട്ട് കഴിച്ച് എങ്ങനെ ഉണ്ടായിരിക്കും ആ ഒരു ടേസ്റ്റാണ് എനിക്ക് എടുത്തത്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സോസ് അത് ഒരു വേറെ ലെവൽ തന്നെയായിരുന്നു. അങ്ങനെ അത് കഴിച്ചതിന് ശേഷം നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ കുറച്ചേരം അവിടെയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എക്സിറ്റ് ആവുകയാണ് കേട്ടോ അവിടുന്ന് ചെയ്യുന്നത്. ഗ്ലോബൽ വില്ലേജിലെ ഓരോ പവലിയൻ്റെയും വീഡിയോ ഞാൻ അധികം വൈകാതെ അപ്ലോഡ് ചെയ്യാവേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ പോണത് റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാനാണ്. അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളെല്ലാവരും പിരിയാണ്. ഇനി എന്തെങ്കിലും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ. അപ്പോൾ ഓക്കെ, ബൈ.